إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യാന്വേഷികളായ വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് തഖ്വയിൽ അനുസൃതമായി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും അതീവ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബിനെ സൂക്ഷിക്കുകയും റബ്ബിൻ്റെ വിധിവിലക്കുകൾക്ക് അനുസൃതമായി ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്ത് നാളെ മരണാനന്തര ജീവിതത്തിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന സമയം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നീതിയും ധാർമ്മികതയും സത്യസന്ധതയും ഉറപ്പുവരുത്തുന്ന മതമാണ്. ഖുർആനും സ്വഹീഹായ ഹദീസുകളും അടിസ്ഥാനമാക്കി ധാർമ്മികമായ വഴിയിൽ നല്ല ഉദ്ദേശത്തോടെയാണ് നാം ജീവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ കുതന്ത്രങ്ങൾ ഉണ്ടായിക്കൂടാ. തന്ത്രം പ്രയോഗിക്കുക എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ കുതന്ത്രത്തെ, വഞ്ചനയെ, കാപട്യത്തെ ഇസ്ലാം കർശനമായി അതിനെ വിലക്കുകയും നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിൽ തന്ത്രം എന്നത് ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ബുദ്ധിപൂർവം ആസൂത്രണം ചെയ്യുന്ന കാര്യമാണ് തന്ത്രം. അത് ധാർമ്മികവും ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾക്ക് അനുസൃതമായിരിക്കുകയും ചെയ്യണം. തന്ത്രങ്ങളിൽ പാടുള്ളതുണ്ട്, പാടില്ലാത്തതുണ്ട്. ഒരു പ്രതിയോഗിയെ വീഴ്ത്താൻ മറഞ്ഞ വഴി സ്വീകരിക്കലാണ് തന്ത്രം എന്നത്. അത്
സ്ഥാനത്താണ് എങ്കിൽ നല്ലതും അസ്ഥാനത്താണ് പ്രയോഗിക്കുന്നത് എങ്കിൽ അത് അപകടവും അനുവദനീയവുമല്ലാത്തതുമാണ്. ചരിത്ര പ്രസിദ്ധമായ ഖന്ദഖ് യുദ്ധം, ആ ഖന്ദഖ് യുദ്ധത്തെ പഠന വിധേയമാക്കുമ്പോൾ തന്ത്രം പ്രയോഗം അത് മനസ്സിലാക്കാൻ ആ യുദ്ധ വിജയത്തിന് തന്ത്രം സാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 10,000-ഓളം വരുന്ന ശത്രുസേനയെ മദീനയെ തൊട്ട് ഉപരോധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പ്രയോഗിച്ച തന്ത്രം, അത് കിടങ്ങുകീറി പ്രതിരോധം തീർത്താണ് ആ ഖന്ദഖ് യുദ്ധം വിജയിച്ചത്. 6 മീറ്റർ വീതിയിൽ ഏകദേശം 3 കിലോമീറ്ററോളം നീളത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പട്ടിണി കിടന്ന് വിശപ്പ് സഹിക്കാതവയെ അന്ന് ആ കിടങ്ങ് കുഴിച്ചത്. ഒരു കുതിരപ്പടയാളിക്ക് പോലും എടുത്തു ചാടാൻ പ്രയാസകരമായ രീതിയിലായിരുന്നു അതിന്റെ നിർമ്മാണം. സാധാരണ ആൾപ്പടക്കോ ഒട്ടകത്തിനോ ഒരിക്കൽ പോലും അത് ചാടിക്കടക്കാൻ സാധ്യമല്ല. എന്നാൽ ഈ കിടങ്ങും ചാടിക്കടന്ന് ദ്വന്ദ്വയുദ്ധത്തിന് തയ്യാറായി വെല്ലുവിളിച്ചു വന്ന ആളാണ് അംർ ഇബ്നു ബുദ് അൽ ആമിരി എന്ന വ്യക്തി. ഖുറൈശികളിൽ പേരുകേട്ട കുതിരപ്പടയാളിയും ആരോഗ്യ ദൃഢഗാത്രനുമായിരുന്നു അയാൾ. ശക്തനായ അദ്ദേഹത്തിന്റെ വെല്ലുവിളിക്ക് മറുപടി നൽകിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിന്റെ രക്തം ചിന്താൻ അയാൾക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാൽ അലി റളിയല്ലാഹു അൻഹു അത് വകവെച്ചില്ല, കൂട്ടാക്കിയില്ല. അംർ അതിശക്തനായതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ തടയാൻ ശ്രമിച്ചു. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ തന്ത്രം മറ്റൊരു തന്ത്രമായിരുന്നു അലി റളിയല്ലാഹു അൻഹു പ്രയോഗിച്ചത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ 2 ആളോട് ഏറ്റുമുട്ടാനല്ല തയ്യാറായിട്ടുള്ളത്, ഒരാളോടാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുക. അത് കേട്ടപാടെ, അത് പറഞ്ഞപ്പോൾ ആരാണ് രണ്ടാമൻ എന്നറിയാൻ വേണ്ടി അംർ തിരിഞ്ഞു നോക്കി. ആ തിരിഞ്ഞു നോട്ടത്തിൽ, ആ തക്കത്തിൽ അയാളെ തന്റെ ആയുധത്തിന് ഇരയാക്കാൻ അലി റളിയല്ലാഹു അൻഹു സാധിച്ചു. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വകവരുത്തുകയാണ് ചെയ്തത്. അതൊരു തന്ത്രമായിരുന്നു. ഇവിടെ അലി റളിയല്ലാഹു അൻഹു പ്രയോഗിച്ചത് അനുവദിച്ച തന്ത്രമാണ്, യുദ്ധതന്ത്രമാണ്. തന്ത്രങ്ങൾ അത് അസ്ഥാനത്താകുമ്പോൾ അത് കുതന്ത്രമായി മാറും. അത് അപകടകരമായ, ഇസ്ലാം വിരോധിച്ച കാര്യമാണ്. റബ്ബിന്റെ ശിക്ഷയ്ക്ക് വിധേയമാകാൻ കാരണമാകുന്ന കാര്യമാണ് കുതന്ത്രം പ്രയോഗിക്കുക എന്നത്. അത് വഞ്ചനയാണ്. മറ്റുള്ള ആളുകൾക്ക് നേരെ കുതന്ത്രം പ്രയോഗിക്കുക എന്നത് അത് വളരെ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് ഇസ്ലാം എണ്ണിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധസന്ദർഭങ്ങളിൽ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഖന്ദഖ് യുദ്ധത്തിൽ, അതുപോലെ തന്നെ ശത്രുക്കളുടെ കൂട്ടുകെട്ടിനെ ഭിന്നിപ്പിക്കാൻ നുഅയ്ം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ അയച്ചത് ഒരു ഉദാഹരണമാണ്. ശത്രുക്കൾ ഐക്യത്തോടെ കൂടി നിന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഭിന്നിപ്പിക്കാൻ പ്രവാചകൻ പ്രയോഗിച്ച തന്ത്രമായിരുന്നു അത്. ഈ തന്ത്രം മുസ്ലിങ്ങൾക്ക് വിജയമാണ് ഉണ്ടായത്. എന്നാൽ അതൊരിക്കലും വഞ്ചനയോ അനീതിയോ ആയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്ധം ഒരു തന്ത്രമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞതായി കാണാൻ സാധിക്കും. യുദ്ധം അത് ഏറെ ആലോചനയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. തന്ത്രം പ്രയോഗിച്ചുകൊണ്ടാണ് അതിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ, ശത്രുവിനെ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ താൻ കുഴിച്ച കുഴിയിൽ
താൻ തന്നെ എന്നതാണ് കുതന്ത്രക്കാർക്ക് സംഭവിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അതുമായി പ്രയോഗിച്ച വചനം കാണാം. വലാ തഹിഖുൽ മർഖു വലാ തഹിഖുൽ മക്റു സയ്യിഅ ഇല്ലാ ബിഅഹ്ലിഹി. ദുഷിച്ച തന്ത്രം, അതിന്റെ ഫലം അത് പ്രയോഗിച്ചവരിൽ തന്നെ വന്ന് ഭവിക്കുമെന്നതാണ്. കുതന്ത്രം എന്നത് വഞ്ചനയാണ്, കാപട്യമാണ്, അന്യായമായ മാർഗങ്ങൾ എന്നിവ അതിൽ കടന്നു വരുന്നുണ്ട്. അത് ഇസ്ലാം കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ഇമാം മാലിക് റഹിമഹുള്ളയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം നൽകിയ ഒരു ഫത്വ, ആ ഫത്വ ഭരണപക്ഷത്തിന് എതിരാവുകയും അത് കാരണത്താൽ അദ്ദേഹത്തെ പീഡിപ്പിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ സമൂഹത്തിന്റെ ഇടയിൽ അപകീർത്തിപ്പെടുത്താൻ, മോശക്കാരനായി ചിത്രീകരിക്കാൻ വേണ്ടി ആ ഭരണകൂടം ചെയ്ത പണി ഊരി ചിന്തിക്കുക എന്നതായിരുന്നു. പക്ഷേ അത് ഭരണപക്ഷത്തിന് തന്നെ വിനയായി തീരുന്നതാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ഊരി ചുറ്റിയപ്പോൾ അദ്ദേഹത്തെ ആളുകൾക്കിടയിൽ അപമാനിപ്പിക്കാൻ വേണ്ടി ഊരി ചുറ്റിക്കുന്ന സമയത്ത് അദ്ദേഹം താൻ പുറപ്പെടുവിച്ച ഫത്വ എന്താണ് എന്ന് എല്ലാ ആളുകളോടും, കാണുന്ന ആളുകളോടൊക്കെ അദ്ദേഹം വിളിച്ചു പറയാൻ തുടങ്ങി. അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ആ അവസരം അത് അദ്ദേഹം തിരഞ്ഞെടുത്തപ്പോൾ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി, അദ്ദേഹം പുറപ്പെടുവിച്ച ഫത്വ എന്താണ് എന്നത്. അങ്ങനെ ഭരണപക്ഷം തോൽക്കുകയും ജനങ്ങൾ കാര്യം മനസ്സിലാക്കിയപ്പോൾ ഭരണപക്ഷത്തിനെതിരെ ജനങ്ങൾ തിരിയുകയും ഇദ്ദേഹം ശരിയായ ഫത്വയാണ് പുറപ്പെടുവിച്ചത് എന്ന് ജനങ്ങൾക്ക് മുഴുവനും മനസ്സിലായതോടുകൂടി ഭരണപക്ഷം പരാജയപ്പെടുകയാണ് ചെയ്തത്. അതൊരു തന്ത്രമാണ്. കുതന്ത്രം, ഇദ്ദേഹത്തിനെതിരെ കുതന്ത്രം പ്രയോഗിച്ചപ്പോൾ അദ്ദേഹം എടുത്ത തന്ത്രം, ആ കുതന്ത്രത്തെ അത് നേരെ ഉൾട്ടയായി ഭരണപക്ഷത്തിന് വന്നു ഭവിച്ചു എന്നതാണ് അതിന്റെ ഫലം. അപ്പൊ ഏതൊരാളും കുതന്ത്രം പ്രയോഗിച്ചാൽ അത് നേരെ തിരിഞ്ഞു കൊത്തുമെന്നതാണ് ചരിത്രത്തിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളേണ്ടത്. അല്ലാഹു കഠിനമായി തന്ത്രം പ്രയോഗിക്കുന്നവനാണ്. ആരാണോ തന്ത്രം പ്രയോഗിച്ച് അള്ളാഹുവിന്റെ അടിയാറുകളെ കെണിയിൽ വീഴ്ത്താൻ പുറപ്പെടുന്നത്, അവരെ അള്ളാഹു അവന്റെ തന്ത്രത്തിലൂടെ ഒരു ശിക്ഷയെന്നോണം കെണിയിൽ വീഴ്ത്തും എന്നതാണ് റബ്ബിന്റെ സുന്നത്തായി, റബ്ബിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ അതിനെ നമ്മെ പഠിപ്പിക്കുന്നത്. വമക്റു മക്റൻ വമക്റനാ മക്റൻ വഹും ലാ യശ്ഉറൂൻ. അവർ ഒരു ഗൂഢമായ തന്ത്രം പ്രയോഗിച്ചു. അവർ അതറിയാതെ, ആ ഗൂഢമായ തന്ത്രം പ്രയോഗിച്ച ആളുകൾ അറിയാതെ അവർക്കെതിരെ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ത്രം പ്രയോഗിച്ചു എന്നതാണ്. വമക്റു മക്റല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികൾ അല്ലാഹുവിനെതിരെ, അല്ലാഹുവിന്റെ മതത്തിനെതിരെ തന്ത്രം പ്രയോഗിച്ചു. അല്ലാഹുവും തന്ത്രം പ്രയോഗിച്ചു. അല്ലാഹു ആകട്ടെ തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാപട്യവും വഞ്ചനയും അത് മുസ്ലിമിന്റെ സ്വഭാവത്തിന് വിരുദ്ധമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തന്ത്രം പ്രയോഗിക്കുമ്പോൾ അത് ഒരാൾക്കെതിരെ അയാളെ വഞ്ചനയോടെ വീട്ടുന്നതായിരിക്കരുത്. അത് കുതന്ത്രമായി മാറരുത്. അനുവദിച്ച രീതിയിലുള്ള തന്ത്രമായിരിക്കണം. അതുകൊണ്ട് തന്നെ കുതന്ത്രം എന്നത് കാപട്യം നിറഞ്ഞതാണ്, വഞ്ചനയാണ്. അതൊരു മുസ്ലിമിന്റെ സ്വഭാവത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു റസൂൽ പറഞ്ഞു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ആയത്തുൽ മുനാഫിഖി സലാസുൻ ഇല്ലാ ഹദ്ദസ കദബ വഇദാ വഅദ അഖ്ലഫ വഇദാ ഉത്മിന ഖാന. ആരിൽ ഈ മൂന്ന് ഗുണങ്ങൾ ആരെങ്കിലും ഉണ്ടോ അവൻ കപട വിശ്വാസിയാണ്, കപടനാണ്.
അവൻ സംസാരിക്കുമ്പോൾ കളവ് പറയുന്നു, വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കുന്നു, അവനെ വിശ്വസിച്ചാൽ അവൻ വഞ്ചിച്ചു കളയുമെന്നാണ്. ഈ സ്വഭാവം ഇത് കുതന്ത്രം ചെയ്യുന്ന ആളുകൾക്കുള്ള സ്വഭാവമാണ്. ഇതാരെങ്കിലും ആരുടെയെങ്കിലും സ്വഭാവത്തിൽ ഇതുണ്ട് എങ്കിൽ അത് പാടില്ലാത്തതാണ്. അത് മുനാഫിഖിന്റെ കപട വിശ്വാസിയുടെ സ്വഭാവത്തിന്റെ ഗുണങ്ങളായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്താൻ വേണ്ടി ഖുറൈശി പ്രമുഖർ കുതന്ത്രം പ്രയോഗിക്കുകയും അവസാനം വധിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത ഘട്ടത്തിൽ ഹിജ്റ പോയിക്കൊള്ളുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയി നൽകിയ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിടപ്പുമുറിയിൽ ആ കിടപ്പു സ്ഥാനത്ത് അലി റളിയല്ലാഹു അൻഹുവിനെയാണ് കിടത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷപ്പെട്ടത്. അതൊരു തന്ത്രമായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ യൂദാസ് പിലാത്തോസിന്റെ പടയാളികൾക്ക് അദ്ദേഹത്തെ ക്രൂശിക്കാൻ വേണ്ടി ഒറ്റുകൊടുത്തതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് അവരുടെ കുതന്ത്രമായിരുന്നു. എന്നാൽ അള്ളാഹു ആണ് ഏറ്റവും വലിയ തന്ത്രം പ്രയോഗിക്കുന്നവൻ. അള്ളാഹു തന്ത്രം പ്രയോഗിച്ചു. ഒറ്റുകൊടുത്ത യൂദാസിന് ആരാണോ ഈസാ നബിയെ വധിക്കാൻ യൂദാസിന് ഒറ്റുകൊടുത്തത്, ആ ഒറ്റുകൊടുത്ത യൂദാസിന്, പിലാത്തോസിന് ഒറ്റുകൊടുത്ത യൂദാസിന് ഈസാ നബിയുടെ രൂപം കൊടുത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹുലേക്ക് ഉയർത്തപ്പെട്ടു. അത് അള്ളാഹു ഉപയോഗിച്ച തന്ത്രമായിരുന്നു. എന്നിട്ട് ആരാണ് ഒറ്റുകൊടുത്തത്, ആ ഒറ്റുകാരനെ തന്നെ അവർ വധിക്കുകയാണ്, കുരിശിൽ ഏറ്റുകയാണ് ചെയ്തത്. അത് അള്ളാഹുവിന്റെ തന്ത്രമാണ്. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ സ്വാലിഹ് നബിയുടെ സമൂഹ ഗോത്രത്തിലെ 9 ആളുകൾ സ്വാലിഹ് നബിയെയും കുടുംബത്തെയും രാത്രിയുടെ ഇരുട്ടിൽ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. ആ കൊല്ലാൻ തീരുമാനിക്കുന്ന ആ കാര്യത്തിൽ എല്ലാവരും സത്യം ചെയ്യാൻ ആഹ്വാനം ചെയ്ത സന്ദർഭം. ആ സന്ദർഭത്തിൽ കുതന്ത്രം മെയിഞ്ഞ ആ സമൂഹത്തെ അള്ളാഹു അവരുടെ വീടിലായിരിക്കെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചു എന്നത് ഖുർആനിൽ വ്യക്തമാക്കിയതായി കാണാൻ സാധിക്കും. അപ്പൊ ആരാണോ സത്യത്തിന്റെ ആളുകൾക്കെതിരെ കുതന്ത്രം പ്രയോഗിച്ചത്, അവർക്കെതിരെ അള്ളാഹു തന്ത്രം പ്രയോഗിക്കുമെന്നതാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ സഹോദരന്മാരെ പരീക്ഷിക്കാൻ ഒരു തന്ത്രം പ്രയോഗിച്ചതായി ഖുർആൻ വിവരിക്കുന്നതായി കാണാം. ബിന്യാമീൻ, ആ ബിന്യാമിനെ രാജാവിന്റെ മുമ്പിൽ നിർത്താൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്. അത് നീതിക്കും കുടുംബ ഐക്യം ലക്ഷ്യമാക്കിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നഷ്ടപ്പെട്ട തന്റെ പിതാവിന് യൂസുഫ് നബി അതിലൂടെ കണ്ടെത്താൻ സാധിച്ചു എന്നത് അദ്ദേഹം പ്രയോഗിച്ച ആ തന്ത്രത്തിലൂടെയായിരുന്നു. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി കാണാം, ഖാലൂ ഇൻ യസ്രിഖ് ഫഖദ് സറഖ അഖുൻ ലഹു. അവർ സഹോദരന്മാർ പറഞ്ഞു, ഇവൻ മോഷ്ടിക്കുകയാണ് എങ്കിൽ ഇവന്റെ മുമ്പും ഒരു സഹോദരൻ മോഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർ പറഞ്ഞ ആ കാര്യങ്ങളൊന്നും അവരോടൊന്നും വെളിവാക്കിയില്ല. അത് രഹസ്യമാക്കി വെക്കുകയാണ് ചെയ്തത്. അതിന്റെ പരിണിത ഫലമായിട്ടാണ് പിന്നീട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തന്റെ പിതാവിന് അവർ 2 പേരെയും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അള്ളാഹു കഠിനമായി തന്ത്രം പ്രയോഗിക്കുന്നവരാണ്. അത് മനസ്സിലാക്കാതെ പ്രവാചകന്മാരെ ഇകഴ്ത്താൻ, ഇസ്ലാമിന്റെ മുഖം വികൃതമാക്കാൻ, റബ്ബിന്റെ വിശ്വാസ സംഹിതകളെ, വിധിവിലക്കുകളെ കൊഞ്ഞനം കുത്താൻ ചരിത്രത്തിന്റെ ഇന്നലകളിൽ പലരും പണിയെടുത്തിട്ടുണ്ട്. ഇന്നും അതിൽ ഒട്ടും കുറവല്ല. ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിപ്പിച്ചത് എന്നും ഇസ്ലാമിൽ സ്ത്രീകൾക്ക് യാതൊരു അവകാശമില്ല എന്നും ഇസ്ലാമിൽ യാതൊരു നിലക്കുമുള്ള സ്വാതന്ത്ര്യമില്ല എന്നും ഇസ്ലാമിന്റെ സാമ്പത്തിക തുല്യതയും സമത്വവും അതെല്ലാം നീതിയുമില്ല എന്നെല്ലാം പ്രചരിപ്പിക്കുന്ന ആളുകൾ, ഇസ്ലാമിലെ ശിക്ഷാവിധികൾ അത് കാടത്തമാണ് എന്ന് പറയുന്ന ആളുകൾ, ഇസ്ലാം ഭീകരവാദത്തിന്റെ മതമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ,
ഇസ്ലാം തീവ്രവാദമാണ് എന്ന് പറയുന്ന ആളുകൾ, ഇങ്ങനെ പലരും ഇസ്ലാമിനെ എല്ലാ കാലഘട്ടത്തിലും വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നും അതിന്റെ തോത്, അതിന്റെ അളവ് ഒരണുമണിക്കൂട്ടം കുറഞ്ഞിട്ടില്ല എന്നതാണ് നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകൾ, നമ്മുടെ സോഷ്യൽ മീഡിയകൾ, നമ്മുടെ ചുറ്റുപാടുകളെല്ലാം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. സത്യത്തിൽ ഇസ്ലാമിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യതയെ ഭയന്നിട്ടാണ് ഇങ്ങനെയുള്ള ദുരാരോപണങ്ങൾ ഇവർ പ്രചരിപ്പിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കണം. പക്ഷേ ഇതിന്റെ എല്ലാം ഫലം നേരെ വിപരീതമായി ഇത്തരം കുതന്ത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന, മെനഞ്ഞുകൂട്ടുന്ന ആളുകൾക്ക് വിപരീതമായി വന്നു ഭവിക്കുമെന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത്തരം ആരോപണങ്ങൾ കാരണം ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം ഇന്ന് ലോകത്ത് കൂടി വരികയാണ് എന്നതാണ് യൂറോപ്പിന്റെ മണ്ണിൽ നിന്ന്, പാശ്ചാത്യ ലോകത്തിന്റെ മണ്ണിൽ നിന്ന് നമ്മൾ കേൾക്കാൻ കഴിയുന്ന വാർത്തകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭൂമിക്ക് മുകളിലുള്ള ഒരു കുടിലിലും ഒരു കൊട്ടാരത്തിലും അള്ളാഹുവിന്റെ മതത്തിന്റെ സന്ദേശം എത്താതിരിക്കുകയില്ല എന്നതാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. ആ പ്രവചനം എന്നത് പ്രവാചകൻ കേവലം പ്രവാചകന്റെ വർത്തമാനമായി പറഞ്ഞതല്ല. ആകാശ ലോകത്ത് നിന്ന് ലോകത്തെ അറിയുന്ന, ലോകത്തെ മുഴുവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിവ്യബോധത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ പ്രവചിച്ചതാണ്. അത് പുലരുക തന്നെ ചെയ്യും. അതിന് വിമർശനങ്ങളുടെ ഏതൊരു വിമർശകരുടെയും ആ വിമർശകരിലൂടെ തന്നെ അത് കാരണമായി ഭവിക്കുമെന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, തന്ത്രവും കുതന്ത്രവും നമ്മൾ പ്രയോഗിക്കുമ്പോൾ തന്ത്രം പ്രയോഗിക്കുന്ന ആളുകളായിരിക്കണം. കുതന്ത്രം പ്രയോഗിച്ചാൽ ആ കുതന്ത്രം നമുക്കെതിരെ തന്നെ വന്നു ഭവിക്കുമെന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ തന്ത്രവും കുതന്ത്രവും തമ്മിലുള്ള വ്യത്യാസം, ഒന്നാമത്തെ വ്യത്യാസം, തന്ത്രം എന്നത് അത് നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യമാണ്, നീതിപൂർവം പ്രവർത്തിക്കുന്നു. കുതന്ത്രം എന്നത് സ്വാർത്ഥതയോ അനീതിയോ ലക്ഷ്യമാക്കി ചെയ്യുന്ന കാര്യമാണ്. രണ്ടാമതായി, തന്ത്രം ഇസ്ലാമിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് അനുസൃതമായാണ് ചെയ്യുന്നത്. കുതന്ത്രം എന്നത് അത് വഞ്ചനയും കളവുമായിരിക്കും അതിൽ ഉൾക്കൊള്ളുക എന്നതാണ്. മൂന്നാമതായി, അതിന്റെ ഫലം, തന്ത്രം സമൂഹത്തിന് ഗുണമാണ് ചെയ്യുക, ആ ഗുണം ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. കുതന്ത്രമാണെങ്കിൽ ആ കുതന്ത്രത്തിന്റെ ഫലം മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിന്റെയും സ്വീകാര്യയോഗ്യമായ ഹദീസുകളുടെയും മാർഗനിർദ്ദേശങ്ങൾ പിന്തുടർന്നുകൊണ്ട് ഒരു മുസ്ലിം എന്ന നിലക്ക് എല്ലാ പ്രവർത്തനങ്ങളിലും സത്യസന്ധതയും നീതിയും നമ്മൾ പാലിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇരുട്ടിൽ അകപ്പെട്ട ഒരു സമൂഹം, ആ സമൂഹത്തിനിടയിൽ ഒരു വിളക്കുമായി ഒരു മനുഷ്യനുണ്ട് എങ്കിൽ, അയാളുടെ കയ്യിൽ നല്ല പ്രകാശം പരത്തുന്നൊരു വിളക്കുണ്ട് എങ്കിൽ, ആ വ്യക്തി തൻ്റെ കയ്യിലുള്ള വിളക്ക് കൊണ്ട് ഇരുട്ടിൽ ജീവിക്കുന്ന ആ ജനങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയും വെളിച്ചം കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആ ഇരുട്ടിലുള്ള ആളുകൾക്ക് ആ ഇരുട്ടിന്റെ പ്രയാസങ്ങൾ അത് നീങ്ങിപ്പോകുമെന്നതാണ്. എന്നാൽ ആ ഇരുട്ടിലുള്ള ആ പ്രകാശം അണഞ്ഞാൽ പിന്നീട് എല്ലാവരും അന്ധകാരത്തിലായിരിക്കും, ഇരുട്ടിലായിരിക്കും എന്നതാണ്. ഇതുപോലെയാണ് സമൂഹത്തിൽ പണ്ഡിതന്മാരുടെ ദൗത്യം എന്നത്. പണ്ഡിതന്മാർ എന്നത് വഴിപിഴക്കുന്ന, തിന്മയിലേക്ക് പോകുന്ന സമൂഹങ്ങളെ, മനുഷ്യരെ ഏറ്റവും നല്ല വഴിയിൽ വെളിച്ചം കാണിക്കാൻ ഉള്ളവരാണ്.
ആ പണ്ഡിതന്മാരുടെ വിയോഗം എന്നത് ഒരു വിളക്ക് അണയുന്നത് പോലെയാണ്. ഇതാണ് ഇന്നലെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാനായ ഷെയ്ഖ് റബീ അൽ മദ്ഖലി റഹിമഹുല്ലാഹ്. 92 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വിജ്ഞാനത്തെ, ലോകത്തെ ഒരു പടുവൃക്ഷമാണ് വിജ്ഞാന ലോകത്തിന് അദ്ദേഹം. ഈ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ എത്രയെത്ര വിജ്ഞാനങ്ങളാണ് സമൂഹത്തിന് അദ്ദേഹം പകർന്നു നൽകിയത്. വലിയ ഗ്രന്ഥങ്ങൾ രചിക്കുകയുണ്ടായി. സലഫി ലോകത്തിന് അദ്ദേഹം നല്ലൊരു മാർഗദർശിയായിരുന്നു. ആ സലഫിയത്തിലെ കണിശതയും പ്രിയച്ച കക്ഷികളോടുള്ള ശക്തമായ നിലപാടുകളും കാരണത്താൽ അഹ്ലുസുന്നയുടെ ഇഷ്ടവും എതിരാളിയുടെ ആക്ഷേപ കൂരമ്പുകളും അദ്ദേഹത്തെ ലോകത്തിന് വലിയ ഒരു അംഗീകാരമുള്ള വലിയ പണ്ഡിതനായി മാറ്റിയെന്നതാണ്. ഷെയ്ഖിന്റെ വിടവ് നികത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി ആരെയാണ് നിയോഗിക്കുക എന്നത് നമുക്കറിയില്ല. പണ്ഡിതന്മാർ ഇഹലോകത്തു നിന്നും വിട പറഞ്ഞു പോകുന്നത് അത് അന്ത്യനാളിന്റെ അടയാളമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിട്ടുള്ളത്. ഷെയ്ഖിന്റെ മരണവാർത്ത അദ്ദേഹത്തെ അറിയുന്ന ആളുകൾക്ക് മനസ്സിൽ വല്ലാത്ത ഒരു മൂകതയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന അല്ലാമ സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് 89 വയസ്സ് അദ്ദേഹത്തിന് കഴിഞ്ഞു. നിലവിലെ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായ അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് അടക്കമുള്ള സൗദിയിലെ ഉന്നത പണ്ഡിത സഭയുടെ മുഴുവൻ പണ്ഡിതന്മാരുടെയും ഉസ്താദാണ് ഫൗസാൻ ഹഫിളഹുല്ലാഹ്. അതുപോലെ തന്നെ അല്ലാമ അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ് 91 വയസ്സ് കഴിഞ്ഞ മഹാപണ്ഡിതനാണ്. ഇന്നലെ മരണപ്പെട്ട ഷെയ്ഖ് റബീ അടക്കമുള്ള അനവധി പണ്ഡിതന്മാരുടെ ഗുരുനാഥന്മാരാണ് ഇവരെല്ലാം. അല്ലാഹു ഈ പണ്ഡിതന്മാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു അവർക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനിയും അവരുടെ അറിവിന്റെ മാധുര്യം നുകരാൻ ലോകത്തെ മുഴുവൻ വിജ്ഞാനദാഹികൾക്കും അതിന് തൗഫീഖ് ഉണ്ടാകുമാറാകട്ടെ. ഷെയ്ഖ് റബീഇന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലെ ഉന്നതമായ പദവി നൽകി ആദരിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ പണ്ഡിതന്മാർ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, നാട്ടുകാർ എല്ലാവരും ഇന്ന് ഖബറുകളിലാണ്. നമ്മുടെ മാതാപിതാക്കൾ, അവർക്കെല്ലാം അല്ലാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം വിശാലമാക്കുകയും അവരെയും നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ജീവിതത്തിൽ വന്നുപോയ വലുതും ചെറുതുമായ അനേകം പാപങ്ങൾ, ആ പാപങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ വിട്ടു പുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ദീനിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും മറ്റുള്ളവർക്ക് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ സത്യസന്ധമായ നിലപാടുകൾ പറഞ്ഞു കൊടുക്കുവാനുമുള്ള തൗഫീഖ് നീ ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, മാതാപിതാക്കളോട് നന്മ കാണിക്കുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, വേദനകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ രോഗങ്ങളെ നീ ശിഫ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, കടങ്ങൾ കൊണ്ട് സാമ്പത്തികമായ പ്രയാസന അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, വേദനകൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത് കാരണത്താൽ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പുറത്തു കൊടുക്കണം റഹ്മാനെ. പകരം സ്വർഗം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് നല്ല
ആരോഗ്യം നൽകുന്ന റഹ്മാനെ. കൂടുതൽ കാലം ഞങ്ങൾക്ക് ദീനിൻ്റെ വഴിയിൽ മുന്നേറാൻ ഞങ്ങളോടൊപ്പം ദൗവത്തിൻ്റെ മാർഗത്തിൽ നല്ല രീതിയിൽ മുന്നേറാൻ അവർക്ക് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുക റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.